അപ്പോഴേ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലാന്ന് ഇനി ആരും പറയണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടിയും കൊക്കോ പൗഡറും അതുപോലെ തന്നെ മറ്റേ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വാനില എസൻസും ആദ്യം ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ബീറ്റർ ഇല്ലാച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതും മതി കേട്ടോ. മിക്സിയുടെ ആണെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സുർക്കി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഓവൻ വെച്ചെടുക്കുക. ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കറാണ് കേട്ടോ. കുക്കറിൽ വെച്ചെടുക്കുക. എന്നതിന് ശേഷം ഇത് അടിപൊളിയായിട്ട് ഇത് സ്പോഞ്ച് റെഡി ആയിട്ടോ. ഇനി നമുക്കത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കാനുണ്ട്. പിന്നെ കുറച്ച് ചെറിയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതേപോലെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം വേണം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതാ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി കേക്കാണ്. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ട് അളവൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കണ്ടുവെക്കുക. പിന്നെ അതിലൊരു ടെക്നിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കണ്ടുവെക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ അതാ അടിപൊളി കേക്ക് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.